നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഐക്കൺ എന്ന കാര്യത്തിൽ തർക്കമില്ലാതാവുകയാണ്. UDF ഒരുപക്ഷെ ശബരിമല ഒരു വലിയ സാധ്യതയായി നേരത്തെ തന്നെ ഏറ്റെടുത്തതാണ്. പക്ഷേ ശബരിമലയെ തന്നെ പിടിക്കുന്ന UDF അത് ബുദ്ധിപരമാണോ എന്ന സംശയം അന്നുണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ വീണ് കിട്ടുകയാണ് മറ്റൊരു സാധ്യത കൂടി. അപ്പോൾ ശബരിമല തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഐഡിയ ഒരുപക്ഷെ സർക്കാർ ശബരിമല ഒരു പ്രധാന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടിയും UDFന് അത് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ തൽക്കാലം ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറയാതെ മൗനമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാരിന് മുന്നിൽ ഒരു നിലപാട് പറയേണ്ടി വരുമെന്നത് തന്നെയാവാം ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമാക്കുക, അല്ലേ? സജിത്ത്, ഇത് പ്രധാനപ്പെട്ട വിഷയം. ശബരിമല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട വിഷയമാകും എന്നത് ഉറപ്പായി കഴിഞ്ഞു. ശബരിമലയിലെ ഒന്നാമത്തെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിൽ ഒരു സർക്കാർ പലപ്പോഴും പ്രതിരോധത്തിൽ നിൽക്കുകയും അവസാന ഘട്ടത്തിലൊക്കെ കോൺഗ്രസ്സുകാരെ കൂടി അന്വേഷണ പരിധിയിലേക്കൊക്കെ എത്തുന്ന ഘട്ടം വന്നപ്പോഴാണ് ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കിൻ്റെ വിഷയം വരുന്നത്. ചിലപ്പോൾ ഈ കണക്കിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല മോഷണ വിഷയത്തിലോ ഒക്കെ ഇനിയും ഉള്ള മാസങ്ങളുണ്ട്. ഈ 1-2 മാസത്തിനുള്ളിൽ സർക്കാരിന് ചിലപ്പോൾ സർക്കാരിന് അനുകൂലമായ സ്ഥിതിയിലേക്കൊക്കെ ഇതിനെ മാറ്റിയെടുക്കാനും ഒക്കെ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത് ഇവിടെ വിഷയം അതല്ല, അതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഇത് ശബരിമലയിലെ ഒരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വരുന്ന ഘട്ടത്തിൽ അതുവരെയും കേരളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരോഗമനാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം, RSS അടക്കം സുശക്തമായ നിലപാട് അതുതന്നെയായിരുന്നു. സ്ത്രീകളെ ഏതെങ്കിലും കാരണവശാൽ ലിംഗവിവേചനം ആരാധനാലയങ്ങളിൽ പാടില്ല, സ്ത്രീകളെ ക്ഷേത്രത്തിൽ കയറ്റണം എന്ന് തന്നെയായിരുന്നു. ഭയ്യാജി ജോഷി അടക്കം, RSSന്റെ മുൻ ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി അടക്കം വളരെ വ്യക്തമായി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ലേഖനങ്ങളും പ്രസംഗങ്ങളും എല്ലാം വന്നതാണ്. കോൺഗ്രസിൻ്റെ നിലപാടും അത്തരത്തിൽ തന്നെയായിരുന്നു. കോൺഗ്രസ് അങ്ങനെ ഒരു ഉറച്ച നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലും കാലത്തിനൊത്തുള്ള മാറ്റത്തിന് അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിലുണ്ടായിരുന്നത്. CPMന്റെ നിലപാടും ഇടതു പാർട്ടികളിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി കേരളത്തിൽ ശബരിമലയിലെയോ അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായ ഒരു നിലപാട്, പരസ്യ നിലപാട് എടുത്ത ഏതെങ്കിലും ഒരു പാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് സുപ്രീം കോടതി വിധി വരികയും ആ വിധിയെ തുടർന്നുണ്ടായ പെട്ടെന്നുണ്ടായ ചില വികാരങ്ങൾ പല ഭാഗങ്ങളിലായി ഉയരുകയും ഒക്കെ ചെയ്തതോടുകൂടി ആ സമയത്ത് അതുവരെ ഉണ്ടായ നിലപാടിൽ നിന്ന് RSS മാറുന്നു. അതോടുകൂടി BJP ആ നിലപാടിൽ നിന്ന് മാറുന്നു. ആദ്യ തുടക്കത്തിൽ സ്വാഗതം ചെയ്ത കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറുന്നു. CPMും ഇടതു പാർട്ടികളും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ അതേ ചൊല്ലി വലിയ വാഗ്വാദങ്ങളും സമരങ്ങളും അത് കലാപ സമാനമായ അന്തരീക്ഷത്തിലേക്കൊക്കെ പോകുന്നു. മറുഭാഗത്ത് ഇടതുപക്ഷം വലിയ ഒരു തരത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളം കടന്നു വന്ന വഴികൾ അങ്ങനെ ഈ പാരമ്പര്യത്തിൻ്റെയും ആചാരങ്ങളുടെയും വഴികളൊന്നുമല്ല, ഈ ആചാരങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നീ കാണുന്ന കേരളം രൂപപ്പെട്ടതെന്ന് വരുന്നു. അവിടെ ഒരു നവോത്ഥാന സമിതി രൂപപ്പെടുന്നു. കേരളത്തിലെ പരമ്പരാഗത ചിന്താഗതിയിൽ ഉണ്ടായിരുന്ന അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ജാതി ശ്രേണി കണക്ക് കൂട്ടിയാൽ ജാതി ശ്രേണിയിൽ, ഹിന്ദു ജാതി ശ്രേണിയിൽ നിൽക്കുന്നതിൽ ഈ താഴെ ശ്രേണിയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നവരെന്ന് കരുതപ്പെട്ടുന്ന വിഭാഗങ്ങളൊക്കെ ഈ നവോത്ഥാന മൂല്യങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും അപ്പർ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്നവർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളൊക്കെ ഒരു വിഭാഗം മറു വിഭാഗത്തിലിരിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങളിലെയും യാഥാസ്ഥിരായ ആളുകൾക്ക് മാറ്റമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ജാതി സംഘടനകളുടെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ആ തരത്തിലാണ് ഉണ്ടായത്. അത് വലിയ തരത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമാക്കി മാറ്റി വനിതാ മതിലൊക്കെ സൃഷ്ടിച്ചു. കിരൺ, ഈ കോടതിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഭരണഘടനാ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഹർജിക്കാർക്ക് 3 ദിവസം വാദിക്കാം. വാദം ഏപ്രിൽ 22 വരെ നടക്കും എന്ന തീരുമാനം കൂടി വരുന്നുണ്ട്. ഹർജിയെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദമെന്നതാണ് സാഹചര്യം. ഏപ്രിൽ 7 മുതൽ 9 വരെ എതിർക്കുന്നവരുടെ വാദം നടക്കും. ഏപ്രിൽ 14 മുതൽ 16 വരെ അനുകൂലിക്കുന്നവരുടെ വാദം. കിരൺ, കോടതി കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നത്. അതായത് നിലവിൽ അഫിഡവിറ്റ് നൽകാൻ ഒരു സമയം അനുവദിക്കുന്നു, വാദത്തിനും സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിയമ നീക്കം അല്ലെങ്കിൽ നിയമ നടപടികളുടെ ഒരു തുടക്കം, അതിൻ്റെ ഷെഡ്യൂളാണിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടിയല്ലേ കിരൺ? സജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 2020 ഫെബ്രുവരിക്ക് ശേഷം ഏറ്റവും അവസാനം പരിഗണിച്ച അന്നാണ്. അതിനുശേഷം ഈ കേസ് കോവിഡ് വന്നു. കോവിഡിന് ശേഷം ഈ കേസ് പരിഗണിച്ചിട്ടില്ല. അന്ന് പരിഗണിച്ചുകൊണ്ടിരുന്ന ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാരെല്ലാവരും തന്നെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരെല്ലാവരും വിരമിച്ചു പോയി. അതിനുശേഷം പല കാരണത്താൽ ഇത്തരം പരിഗണിച്ചില്ല. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അധികാരത്തിലേറിയ സമയത്ത് തന്നെ അദ്ദേഹം ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. ഞാൻ ഈ കേസ് പരിഗണിക്കും എന്നുള്ള തൻ്റെ കാലാവധിയിൽ. എന്നാൽ ആ കേസ് ബെഞ്ചിലുണ്ടായിരുന്ന ഏക വ്യക്തി ഇപ്പോൾ ചീഫ് ജസ്റ്റിസാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധിക്കുള്ളിലെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ ഇനി പൂർണ്ണമായും പുതിയ ആളുകളാണ് ഈ കേസുകളെല്ലാം കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുക. ഇത് പക്ഷേ
ഇപ്പോൾ വളരെ സമയബന്ധിതമായി 3 ദിവസത്തെ വാദത്തിന് ഇരു കക്ഷികൾക്ക് 3 ദിവസം വീതം വാദത്തിന് സമയം നിശ്ചയിച്ചിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ തീർക്കുക. ഏപ്രിൽ 7 മുതൽ 9 വരെ എതിർക്കുന്നവരുടെ വാദം, ഏപ്രിൽ 14 മുതൽ 16 വരെ അനുകൂലിക്കുന്നവരുടെ വാദം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ്യിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിധി പോലും, ഇനി അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, വിധി പോലും ചിലപ്പോൾ വരാനുള്ള അസാധാരണ സാഹചര്യം. ചിലപ്പോൾ ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇത് ഭരണഘടനാ ബെഞ്ചാണ്, എപ്പോഴും കൂടാൻ കഴിയില്ല, അതിങ്ങനെ തുടർച്ചയായി കേട്ട് തീർത്ത് അതിലൊരു വിധി കൽപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ കാര്യത്തിൽ യുവതികളെ യുവതികളെ കയറുന്നത് അനുവദിക്കണം എന്നുള്ള സുപ്രീം കോടതി വിധി നിലനിൽക്കുമോ, അല്ലെങ്കിൽ അതിന് പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിലടക്കം തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം ഇതുമായി മാറുന്നത് അത് ഇടതുമുന്നണിക്കാണ്, CPM-നാണ്. കാരണം ഈ വിഷയത്തിൽ CPM-ന്റെ പരസ്യ നിലപാട്, ഇതുവരെ ഉണ്ടായിരുന്ന നിലപാട്, യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം വിധി അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകൾ വന്നാൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്, അത് ചെയ്യും എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നവരാണ്. പിന്നീടാണ് ആ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും നമുക്ക് പറയാം, മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും വാക്കുകൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ഞാൻ അങ്ങനെ ചെയ്യില്ല, അതിന് മറിച്ചൊരു നിലപാടെടുത്തു എന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും ആക്റ്റീവുള്ളവരും ഒക്കെയാണ് ഇക്കാര്യത്തിലൊക്കെ ചില നിലപാടുകൾക്ക് മറിച്ചും തിരിച്ചുമൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്. MV ഗോവിന്ദൻ ഇന്നലെ അടക്കം പറഞ്ഞ നിലപാട് കയറുന്നതിന് അനുകൂലമാണോ കയറുന്നതിന് എതിർക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ രണ്ടും ഈ കൂട്ടത്തിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അങ്ങനെ ഒരു മറുപടിയൊക്കെയാണ് നൽകിയത്. പക്ഷേ ഇനി അങ്ങനെ മറുപടി നൽകാൻ കഴിയില്ല. മാർച്ച് 14-നുള്ളിൽ സർക്കാരിന് ഒരു നിലപാട് അറിയിക്കേണ്ടി വരും. സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതി വിധിയെ അത് പുനഃപരിശോധിക്കേണ്ട എന്ന് ഇന്ന് കേരള സർക്കാരിന് വേണ്ടി അവിടെ ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ ജയദീപ് ഗുപ്തയാണ്. ജയദീപ് ഗുപ്ത പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ഇതുവരെ പുനഃപരിശോധനാ ഹർജിയെ എതിർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. നാളെ എതിർക്കുമോ, ആ എതിർപ്പ് ഞങ്ങൾ തുടരുമോ എന്നോ, അല്ലെങ്കിൽ നാളെ ഇതിനെ ഞങ്ങൾ തിരുത്തുമോ എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതുവരെ പുനഃപരിശോധനാ ഹർജി എതിർത്തിരുന്നു. പുനഃപരിശോധനാ ഹർജി എതിർത്തു എന്നതിൻ്റെ അർത്ഥം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന വിധി നിലനിൽക്കണം, അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നാളെ എതിർക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും മാർച്ച് 14 വരെ മാത്രമാണ് സർക്കാരിന് മുന്നിൽ സമയമുള്ളത്. സർക്കാരിന് ഇതിനുള്ളിൽ തീരുമാനമെടുക്കാൻ കഴിയുമോ, ഇനി വളഞ്ഞ വഴിയിലൂടെ ദേവസ്വം ബോർഡിനെ കൊണ്ട് മറ്റേതെങ്കിലും ഹർജി കൊടുപ്പിച്ച് അതിൽ തീരുമാനം, ദേവസ്വം ബോർഡ് സർക്കാർ മാറിയുന്നതുകൊണ്ട് ദേവസ്വം ബോർഡിനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ച് ആ കേസിൻ്റെ അതിൽ ദേവസ്വം ബോർഡിനെ എത്താനുള്ള ഏതെങ്കിലും നിയമ സാധ്യതയുണ്ടോ? അങ്ങനെ പല വഴികൾ സ്വാഭാവികമായും സർക്കാർ ആലോചിക്കാൻ വഴിയുണ്ട്. നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ പ്രസിഡന്റ് CPM സംസ്ഥാന സമിതി അംഗം ശ്രീ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ വിഷയത്തിൽ CPM സംസ്ഥാന സർക്കാർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.